നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ ദിലീപിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളൊന്നും ചെറുതല്ല. ഇന്നും അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ്. മാത്രമല്ല, ഒരു സമയത്ത് ജനപ്രിയ നായകനായിരുന്ന ദിലീപ് മലയാളി പ്രേക്ഷകർക്ക് എന്നും വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളും ചിത്രങ്ങളും നൽകിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ രംഗത്ത് എത്തിയതോടുകൂടി ദിലീപിനെ വെറുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നും ദിലീപിന്റെ പല സിനിമകളും കാണാൻ കൂട്ടാക്കാറില്ല ജനങ്ങൾ. മാത്രമല്ല, ദിലീപിന്റെ എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ തകരുന്ന കാഴ്ചകൾ കണ്ടു. OTT-യിൽ പോലും എടുക്കാത്ത കാഴ്ചകൾ കണ്ടു. അടുത്തിറങ്ങി പ്രിൻസ് ആൻഡ് ഫാമിലി മാത്രമാണ് ദിലീപിൻ്റെതായി എത്തിയ അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിച്ച ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ദിലീപിനെതിരെ നടക്കുന്നത് വലിയ രീതിയിലുള്ള ഗൂഢാലോചനകളാണെന്ന് ഇപ്പോഴും പല നടന്മാരും സംവിധായകരൊക്കെ പറയാറുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ദേവൻ ദിലീപിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ചർച്ചയാവുന്നത്. നടി ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷമാണ് നടൻ ദിലീപിനെ അമ്മാ സംഘടനയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത്. അന്നെടുത്ത തീരുമാനം തെറ്റായിരുന്നത് പറയുകയാണ് നടൻ ദേവൻ. മമ്മൂട്ടിയുടെ വീട്ടിൽ അന്ന് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തെക്കുറിച്ചും ദേവൻ സംസാരിക്കുകയുണ്ടായി. അന്നത്തെ തീരുമാനത്തോട് തനിക്ക് യോജിപ്പില്ലെന്നാണ് ദേവൻ പറയുന്നത്. സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണം, പക്ഷെ കേട്ടില്ല. പക്ഷെ അന്ന് ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അന്ന് മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ സമരം ചെയ്തു. മമ്മൂട്ടിയുടെ ഗേറ്റിന്റെ മുകളിൽ വെക്കാൻ പല പാർട്ടികളും വന്നു. അത് നമുക്കൊക്കെ വളരെ ഫീലിംഗ് ആയിപ്പോയി. അമ്മയുടെ മീറ്റിംഗ് മമ്മൂക്കയുടെ വീട്ടിൽ നടക്കുന്ന സമയത്ത് വലിയ പ്രശ്നമായിരുന്നെന്നാണ് ദേവൻ പറയുന്നത്. ഇനി ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ദിലീപിന്റെ സംഭവത്തിൽ, അതായത് കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ദിലീപിനെതിരെ ആൾക്കാരെത്തിയിരുന്നു. ഇതിനെ ചൊല്ലി അമ്മയ്ക്കുള്ളിൽ പല രീതിയിലുള്ള അതൃപ്തികളും ഉണ്ടായിരുന്നു. അതേസമയം അന്ന് അമ്മ കൈക്കൊണ്ട നടപടി നിയമവിരുദ്ധമാണെന്നാണ് നടൻ ദേവൻ പറയുന്നത്. ദിലീപിനെ പുറത്താക്കാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ എന്താണ് സംഭവിച്ചതെന്നും ദേവൻ വെളിപ്പെടുത്തുന്നുണ്ട്. നടന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആരോപണം നേരിടുന്ന ആൾ മത്സരിക്കരുതെന്ന് അമ്മയുടെ ബൈലോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ആരോപണം നേരിടുന്നവർ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറിവെക്കുകയാണ് വേണ്ടത്, അല്ലാതെ നിയമമല്ല. ആരോപണം നേരിട്ടപ്പോൾ ബാബുരാജ് അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നത് നല്ല കാര്യമാണ്. ദിലീപിനെ പുറത്താക്കിയത് സംഘടന വിരുദ്ധമാണ്. ഒരാൾ എന്തെങ്കിലും തെറ്റു ചെയ്താൽ കോടതിയിൽ നിന്നും ഉത്തരവ് വരുന്നതിന് മുൻപ് അവരെ പുറത്താക്കരുതെന്നാണ് അമ്മയുടെ ബൈലോ പറയുന്നത്. ആരോപണം നേരിടുന്ന വ്യക്തിക്ക് സംഘടന ഷോക്കേസ് നോട്ടീസ് നൽകണം. എന്തുകൊണ്ട് പിരിച്ചുവിട്ടുകൂടെന്ന് കാണിക്കണം. 15 ദിവസത്തെ കാലാവധി ഉണ്ട് ഇതിന്. എന്തുകൊണ്ട് എനിക്ക് അമ്മയിൽ തുടരാമെന്ന് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടൊരു വിശദീകരണം അവർക്ക് നൽകാം. ആ വിശദീകരണം കേട്ടിട്ട് ഈ കമ്മിറ്റിക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ ആരോപണം നേരിടുന്നയാളെ സസ്പെൻഡ് ചെയ്യാം. പുറത്താക്കുന്ന പ്രക്രിയ നടപ്പാക്കണമെങ്കിൽ സമയമെടുക്കും. ദിലീപിനെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു. അദ്ദേഹം കേസിന് പോയിക്കോട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനമെടുക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് പറയാനുള്ള അമ്മയുടെ കമ്മിറ്റി കേൾക്കണമായിരുന്നു. എന്നാൽ അദ്ദേഹം കേട്ടില്ല. അത് അമ്മ ചെയ്ത വലിയ തെറ്റായിട്ടാണ് കണ്ടത്. എന്നാൽ അന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. മാധ്യമങ്ങളും അമ്മയുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടാത്ത രാഷ്ട്രീയ പാർട്ടികൾ വരെ അന്ന് മമ്മൂട്ടിയുടെ വീടിന് മുന്നിലെത്തി. അവർ പ്രതിഷേധങ്ങൾ നടത്തി. ഗേറ്റിന് മുന്നിൽ റീത്ത് വെച്ചു. അമ്മയുടെ മീറ്റിംഗ് മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന സമയത്താണ് ഇത് അത്രയും സമ്മർദ്ദമുണ്ടായി. ആർട്ടിസ്റ്റുകളൊക്കെ വളരെ സെൻസിറ്റീവാണ്. മമ്മൂട്ടിയുടെ വീട്ടിൽ ഞാനുമുണ്ട്, മോഹൻലാൽ പോലുള്ള താരങ്ങളും. ഞാൻ അവരൊക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദം കാണുന്നുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മുഖം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവർ. മോഹൻലാലും മമ്മൂട്ടിയും ചോദിക്കുന്നുണ്ട് നമുക്ക് സസ്പെൻഡ് ചെയ്താൽ പോരെ എന്ന്. എന്നാൽ മറ്റു ചിലർ കടുത്ത നിലപാടെടുത്തു. പോരാ, പുറത്താക്കണമെന്നായിരുന്നു അത്. ആ സമ്മർദ്ദങ്ങളുടെയൊക്കെ ഫലമായാണ് ദിലീപിനെ പുറത്താക്കിയത്. ദിലീപ് അത് നിയമപരമായി നേരിട്ടുവെങ്കിൽ അമ്മ വലിയ കുഴപ്പത്തിലേക്ക് പോയിരുന്നു. അമ്മയോട് ദിലീപിന് സ്നേഹവും ബഹുമാനവും ഉണ്ടായതിനാലാണ് അദ്ദേഹം അത് ചെയ്യാതിരുന്നത്. ശ്വേതാ മേനോനെതിരെ ഇപ്പോൾ ഉയർന്ന കേസിനും യാതൊരു അടിസ്ഥാനവുമില്ല. മാധ്യമങ്ങൾ ആദ്യം ഈ കേസ് റിപ്പോർട്ട് ചെയ്തത് വിചിത്രമായ കേസെന്നാണ്. ആരോ എന്തോ കുക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്. യാതൊരു തെളിവ് ഇതിനില്ല. FIR-ൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ പ്രകാരം ഒന്നും നടന്നിട്ടില്ല. ഇവർ അഭിനയിച്ച പടങ്ങളെല്ലാം സെൻസർ ബോർഡ് പെർമിറ്റ് ചെയ്ത പടങ്ങളാണ്. FIR-ൽ പറഞ്ഞിരിക്കുന്ന ഒരു തരത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും സിനിമയിലില്ല. കോടതി പറഞ്ഞതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കരുത്. ശ്വേതാ മേനോനെതിരായ കേസിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തേണ്ടതെന്നും ദേവൻ പറയുന്നുണ്ട്. അതേസമയം ദിലീപിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങളും ദേവൻ പറയുകയുണ്ടായി. നന്മയുള്ള അങ്ങനെ ഒരാളെ ഒരുപാട് വേദനിപ്പിച്ചു. ഞാനും കൂടിയുള്ള സമൂഹമാണ് ദിലീപിനെ വേദനിപ്പിച്ചതും കുറ്റവാളിയാക്കിയതും. അപ്പോൾ അയാൾ എങ്ങനെ അമ്മ സംഘടനയിലേക്ക് തിരിച്ചു വരും? ദിലീപ് തിരിച്ചു വരുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല. എല്ലാ കാര്യത്തിലും ഞാൻ ദിലീപിന്റെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ നന്മ നമ്മൾ തിരിച്ചറിയണം. ദിലീപിനോട് ഇനി എത്ര അഭ്യർത്ഥിച്ചാലും ദിലീപ് വരില്ലെന്ന് ഉറപ്പാണ്. കാരണം വൈകാരികമായി അകന്നുപോയി. അത്രയും ദ്രോഹം അയാളോട് നമ്മളെല്ലാവരും അയാളോട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ കുടുംബവും കരിയറും എല്ലാം തകർന്നില്ലേ എന്നാണ് ദേവൻ പറഞ്ഞത്. നടി ആക്രമിച്ച കേസ് അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കെയാണ് ദേവൻ ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷം ദിലീപിന്റെ കരിയറിൽ വലിയ പതനമാണ് ഉണ്ടായത്. അതേസമയം ഒടുവിൽ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ വിജയമായിരുന്നു. മലയാളത്തിലേക്ക് വീണ്ടും ശക്തമായ തിരിച്ചു വരവിനുള്ള ശ്രമത്തിലാണ് ദിലീപ്.
അണിയറയിൽ ഒരുങ്ങുന്നത് ബബ്ബ എന്ന സിനിമയിലും നടനും ആരാധകർക്കും പ്രതീക്ഷയുണ്ട്. തുടരെ പരാജയങ്ങൾ വന്നതോടെ ദിലീപിന് ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന് ബോളിവുഡിൽ വാദങ്ങൾ വന്നിരുന്നു. അതേസമയം നിലവിൽ ദിലീപിനെ വെള്ളപൂശാനുള്ള PR തന്ത്രങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിമർശകർ പറയുന്നുണ്ട്. കേസിൽ താൻ നിരപരാധിയാണെന്നാണ് ദിലീപ് വാദിക്കുന്നത്. എന്നാൽ ദിലീപിനെതിരെ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. കേസിൽ വിധി പ്രഖ്യാപനം നടത്തിയിരിക്കെയാണ് ദിലീപ് സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയയിലും കൂടുതലായി ചർച്ചയാകുന്നത്. അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് നടൻ ദിലീപ് അമ്മയിൽ നിന്നും പുറത്താക്കിയത്. സംഘടനയുടെ ബൈലോ പ്രകാരമായിരുന്നില്ലെന്ന് നടൻ ദേവൻ പറയുകയുമുണ്ടായി. ബാഹ്യ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ ദിലീപ് ഇനി അമ്മയിലേക്ക് തിരികെ വരേണ്ടെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ദേവൻ പറഞ്ഞു. അതിന് കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. ദിലീപ് അമ്മയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ദിലീപിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അയാളുടെ നന്മകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. 7 വർഷമായി കേസ് നടക്കുന്നു. ദിലീപിനെതിരെ തെളിവുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും വർഷം? അതിനർത്ഥം പോലീസിനും പ്രോസിക്യൂഷനും ദിലീപിനെതിരെ ഒരു തെളിവും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്നല്ലേ? പലരെയും സഹായിക്കുന്ന ആളാണ് ദിലീപ്. മാസം മാസം ഇയാളുടെ പണം ഓരോരുത്തരുടെയും വീടുകളിലെത്തും. ജയിലിനകത്ത് പോയപ്പോഴും ഇത്തരം സഹായങ്ങൾക്ക് യാതൊരു മുടക്കവും സംഭവിക്കരുതെന്ന് ദിലീപിന്റെ നിർബന്ധമായിരുന്നു. എത്ര പേർക്ക് ഇത് സാധിക്കും? ഇതിനർത്ഥം ദിലീപിന്റെ നന്മ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെന്നല്ലേ? മാധ്യമങ്ങളും പ്രേക്ഷകരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ അമ്മയിലേക്ക് വരുന്നില്ലെന്ന് ദിലീപ് പറയുന്നതിന് കാരണം അയാളെ മനസ്സിലാക്കാത്ത ഇടത്തേക്ക് അയാൾ എന്തിനു വരണമെന്ന ചിന്തയാണ്. ദിലീപ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. കുറ്റം ആദ്യം തെളിയിക്കപ്പെടട്ടെ, എന്നിട്ട് ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ, അതൊന്നും പ്രശ്നമല്ല. മറിച്ച് ദിലീപിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന്റെ കുടുംബം, അമ്മ, അവരെ കുറിച്ചൊക്കെ ആലോചിക്കണ്ടേ എന്നാണ് ദേവൻ പറഞ്ഞത്. അതേസമയം മോഹൻലാലിന്റെ രാജി അമ്മ സംഘടനയിൽ എല്ലാവരെയും വിഷമത്തിൽ ആഴ്ത്തിയിരുന്നുവെന്നും ദേവൻ പറയുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ലാലേട്ടൻ പോകരുതെന്ന് പറഞ്ഞു. എന്നാൽ ഇനി താനില്ലെന്ന് പറയുകയായിരുന്നു ലാൽ. അതിന് പ്രധാന കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയായിരുന്നു. റിപ്പോർട്ട് വന്നപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനായി. മാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ കോർണർ ചെയ്തു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അമ്മയിൽ നിന്നുള്ള മോഹൻലാലിന്റെ മാറ്റം അദ്ദേഹത്തിന് ഒരു ഡിസാസ്റ്റർ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ജനാധിപത്യം തലപൊക്കുന്നത്. ഇപ്പോൾ ജനാധിപത്യമുണ്ട്. തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 74 പേരായിരുന്നു ആദ്യഘട്ടത്തിൽ നോമിനേഷൻ കൊടുത്തത്. അത് തന്നെയാണ് അമ്മയിൽ ജനാധിപത്യം ഉണ്ടെന്നതിന് തെളിവ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായപ്പോൾ 72 പേരും പത്രിക പിൻവലിച്ചു. അതും ജനാധിപത്യം തന്നെ. അമ്മയിൽ ജനാധിപത്യം നടപ്പാകുന്നതിന്റെ ആദ്യഘട്ടമാണിത്. തുടക്കമാണെന്നും ദേവൻ പറഞ്ഞു. അമ്മയിലെ അംഗങ്ങൾ ബൈലോ പാലിക്കണം. പലരും ഇതൊന്നും അറിയാതെയാണ് പൊതുസമൂഹത്തിൽ മുൻപിൽ പരാതി പറയുന്നത്. ഇത് അനാവശ്യ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അമ്മയിൽ 127 പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അവർക്ക് വോട്ടവകാശമുണ്ട്. എന്നാൽ മത്സരിക്കാൻ അവകാശമില്ല. അത് എന്ത് ന്യായമാണ്? ഇതൊരു തരം താഴ്ത്തലല്ലേ? അമ്മയുടെ സ്ഥാനത്ത് എത്തിയാൽ ബൈലോയിൽ മാറ്റം വരുത്തി ഇതൊക്കെ മാറ്റും. പലർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടും അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളവർക്കായി പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്തും. അമ്മയുടെ ഓഫീസിലെ ഭരണപരമായ കാര്യങ്ങൾ ശരിയായ നിലയ്ക്കല്ല പ്രവർത്തിക്കുന്നതെന്ന് പരാതി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഉയർന്ന പ്രൊഫഷണൽ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് സംവിധാനങ്ങൾ മാറ്റുമെന്നും ദേവൻ വ്യക്തമാക്കി. അതേസമയം മമ്മൂട്ടിക്കെതിരായ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഉന്നയിച്ച ആരോപണം വലിയ വിവാദമായി മാറിയിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകരുതെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടുവെന്നും താനത് നിരസിച്ചതിന് പിന്നാലെ തന്റെ സിനിമയിൽ നിന്നും മമ്മൂട്ടി പിന്മാറിയെന്നുമാണ് ഒരു അഭിമുഖത്തിൽ സാന്ദ്ര ആരോപിച്ചത്. എന്നാൽ മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് നടൻ ദേവൻ പറയുന്നുണ്ട്. മമ്മൂട്ടി അത്തരത്തിലൊരാളല്ല. മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളല്ല. താൻ അത് ഒരിക്കലും വിശ്വസിക്കില്ല. അമ്മ തെരഞ്ഞെടുപ്പിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞതുകൊണ്ടാണ് നോമിനേഷൻ കൊടുത്തതെന്നും അവരോട് ചോദിച്ചിട്ട് മാത്രമേ പിൻവലിക്കാനാകൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവരൊക്കെ നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നവരാണ്. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അമ്മ പ്രസിഡന്റായി താൻ വരണമെന്നും വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ. പക്ഷേ അവർ തനിക്ക് വേണ്ടി വോട്ട് ചോദിക്കില്ല. അത് അംഗങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അല്ലാതെ താനോ മമ്മൂക്കയോ പറഞ്ഞതുകൊണ്ട് ആരും വോട്ട് ചെയ്യാൻ പോകരുതെന്നാണ് പറഞ്ഞത്. അതാണ് അവരുടെ നന്മയും ചങ്കൂറ്റവും. അല്ലാതെ ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന നിലവാരമല്ല അവർക്കുള്ളത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ ആകുലതകളെല്ലാം അറിയാം. എപ്പോഴും ഫോൺ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്നവരല്ല. അങ്ങനെ ഒരു ബന്ധമില്ല. 3 പേരും തന്നെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. താനും ഇവരെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരോ മാധ്യമങ്ങളോ വരച്ചു കാട്ടുന്നത് പോലുള്ള ആളുകളല്ല അവർ. ഒരുപാട് നന്മകളുള്ളവരാണ് അവർ. അത് മനസ്സിലാക്കിപ്പിക്കുക എന്നതാണ് അമ്മ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ തന്റെ ചുമതല. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവരുടെ മഹത്വം മനസ്സിലാപ്പിക്കുക, അവരിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക എന്നതാണ് ഒരു അജണ്ട. ഇപ്പോൾ ഒരു അകലമുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. മമ്മൂട്ടി ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. മമ്മൂട്ടി ദേഷ്യക്കാരനെയല്ല. മോഹൻലാൽ അത്രയും സൗമ്യനായി ഇടപെടുന്ന ആളാണെന്നും ദേവൻ കൂട്ടിച്ചേർത്തു.